ഹലോ, എവിടാ മോനെ? എടാ ഞാൻ വീട്ടിലുണ്ട്. എവിടാ? ഞാൻ സിനിമക്ക് പോയാലൊന്നും ആലോചിക്കുവാ. ഏത് പടം? എടാ പ്രകമ്പനം ഇല്ലേ? ഞാൻ ഇന്നലെ വൈകിട്ട് പോയായിരുന്നു. എങ്ങനെയുണ്ട് പടം? കൊള്ളാവോ? പടം എനിക്കങ്ങനെ വലിയ പ്രകമ്പനം കൊള്ളിച്ചില്ല. അത്രക്ക് ശോകോ? ശോകമൊന്നുമല്ല, ഒരു എബോ ആവറേജ് മൂവി ആയിട്ട് എനിക്ക് ആണോ? ഒരു വൺ ടൈം വാച്ചബിൾ, അത്രയൊക്കെ ഉള്ളൂ. കഥ എന്താണ്? അതിന്റെ പ്ലോട്ട് എന്താ സിനിമയുടെ? കഥ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു സെറ്റപ്പ് തന്നെയാണ്. നമ്മള് പല പല മൂവീസിൽ കണ്ട ടെംപ്ലേറ്റ്സ് തന്നെ. അതായത് ഹോസ്റ്റൽ പ്ലസ് ഹൊറർ കോമഡി, അത് എങ്ങനെ കണക്ട് ചെയ്യിക്കുന്നു അവർ ഈ പറയുന്ന അതിനകത്ത് കാണിക്കുന്ന ട്രെയിലറിൽ കാണിക്കുന്ന പോലെ അമീന്, ഗണപതി, സാഗർ ഇവർക്കുണ്ടാവുന്ന സംഭവങ്ങൾ, അതവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, അതൊക്കെയാണ് ആ സിനിമയെ കാണിക്കുന്നത്. രോമാഞ്ചം സ്റ്റൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ? രോമാഞ്ചം ഒന്നുമില്ല. രോമാഞ്ചം സെറ്റപ്പിലൊക്കെ നമുക്ക് അവിടെയൊക്കെ തോന്നും. പക്ഷേ രോമാഞ്ചം ലെവലൊന്നും ആയിട്ടില്ല. എൻ്റെ അകത്ത് അത്രയ്ക്കായിട്ടുള്ളൊരു ഫൺ എനിക്ക് തോന്നിയില്ല. ഒരു ഫൺ വാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ, ചുമ്മാ കണ്ടിരിക്കാൻ, ബോറടിക്കില്ല. പോയി കഴിഞ്ഞാൽ ബോറൊന്നും അടിക്കില്ല. ജസ്റ്റ് ചുമ്മാ കണ്ടിരിക്കാം എന്നുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിനക്കിനിപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കാണുമ്പോൾ നിനക്ക് അറിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കണക്റ്റ് ആകില്ല. എടാ എനിക്ക് ഫാമിലിയുടെ ഒപ്പം പോകാൻ വേണ്ടിയാ. പോയി കഴിഞ്ഞാൽ അപൂർവോ അവർക്ക് ഇഷ്ടപ്പെടും. എങ്ങനെ സംഭവം എന്താ? ഇല്ല, ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ഫാമിലി ഓഡിയൻസ് അതൊക്കെ കുറച്ചുകൂടെ അവർ ഇത്രയും അങ്ങോട്ട് ആഴത്തൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അവർക്ക് ഒരു ഫൺ ടൈം ആയിരിക്കും. അത് കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു, കപ്പിൾസ് അടക്കം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പലയിടത്തോടൊക്കെ ചിരിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കണക്റ്റ് ആയില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റിൽ എനിക്ക് നല്ല പോരായ്മയായിട്ട് തോന്നിയിരുന്നു. സ്ക്രിപ്റ്റിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയിലാണെങ്കിലും ഒരു സ്റ്റോറി ആക്ച്വലി നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതാണെങ്കിലും പക്ഷെ ആ ഒരു യുണീക്ക് ഉണ്ടായിരുന്നു. ആ ഒരു പ്രേതം, അല്ലെങ്കിൽ ആ പ്രേതം വരുന്ന രീതി, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഞാൻ പറയുന്നില്ല, ആ ഒരു സംഭവം നൈസായിരുന്നു. അത് അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു ചെയ്യാൻ. ഒരുപാട് കോമഡീസ് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല എന്നെനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ പെട്ടെന്നുകൊണ്ട് നിർത്തിയ പോലെ തോന്നി. എന്തൊക്കെയോ കാണിക്കുന്നു, എന്നിട്ട് കൊണ്ട് ഇങ്ങനെ ശുഭം എന്ന് പറയുന്ന പോലെ നിർത്തി അങ്ങ് സീക്വലൊക്കെ ഇറക്കാൻ പോകുന്ന ലെവലിലൊക്കെ ഉള്ളൊരു സംഭവം കാണിച്ചു. മൊത്തത്തിൽ എനിക്ക് കണക്റ്റ് ആയില്ല. ഏതാ ഇതിന് ഡയറക്ടർ എന്ന് പറഞ്ഞ മറ്റേ നദികൾ സുന്ദരി യമുന വിജേഷ് പാണത്തൂർ അല്ലേ? വിജേഷ് പാണത്തൂർ. പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വർക്ക് പുള്ളി നൈസായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഡയറക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ പുള്ളി നൈസായിട്ട് തന്നെ വർക്ക് പുള്ളിയോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ആരാന്ന് എനിക്കറിയില്ല. സ്ക്രിപ്റ്റ് എനിക്ക് പറഞ്ഞ പോലെ ഒരു പോരായ്മ തോന്നി. അല്ല, ഓവറോൾ പടം കാണുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു എബോ ആവറേജ് മൂവി എന്നായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. നീ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം, നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടി പോവാം. നീ വിളിച്ചാൽ മതി, വൈകിട്ട് തന്നെ വിളിച്ചാൽ മതി. ഓക്കെ എന്നാ ശരി.